നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ പഠിച്ചു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് കണക്ക് കൂട്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചില മിസ്റ്റേക്കുകൾ, നമ്മൾക്ക് ആ ഒരു ചെറിയൊരു താൽക്കാലിക സമയത്തേക്ക് വേണ്ടി ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്ക് ലൈഫ് മുഴുവനും പ്രശ്നമുണ്ടാകും. എനിക്ക് തോന്നുന്നു 3-ോ 4-ലോ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നല്ല സിസ്റ്റമാറ്റിക് എന്നെ പഠിപ്പിക്കാൻ അമ്മ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പം ഗുണനപ്പട്ടിക പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഗുണനപ്പട്ടിക 1, 2, 3 ഒക്കെ പഠിച്ചു വന്ന് 7ൻ്റെ ഗുണനപ്പട്ടിക പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പപ്പയുടെ സഹോദരിയും മക്കളും കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ 7ൻ്റെ ഗുണനപ്പട്ടിക പഠിക്കാതെ അവർ വന്ന് കളിക്കാൻ വിടത്തില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ അവർ 4-5 ദിവസമുണ്ട്. അപ്പോൾ ഞാൻ ഇവർ വരുന്ന എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 7ൻ്റെ ഗുണനപ്പട്ടിക പഠിക്കാൻ വേണം. അപ്പോൾ എടുത്ത് നോക്കിയപ്പം അതുവരെ പഠിച്ച ഗുണനപ്പട്ടിയേക്കാൾ ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് 7ൻ്റെ ഗുണനപ്പട്ടിക എനിക്ക് തോന്നി. ഒരു പക്ഷേ എൻ്റെ മെൻ്റൽ പ്രശ്നമായിരിക്കാം. കാരണം എൻ്റെ മനസ്സിൽ അവർ വരുമ്പോൾ കളിക്കണമല്ലോ, എനിക്ക് സമയം കിട്ടുമോ എന്നുള്ള പ്രശ്നമായിരിക്കാം. അപ്പോൾ ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം നോക്കിയപ്പം ഇങ്ങനെ 7ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 14 കിട്ടും, വീണ്ടും 7 കൂട്ടിയാൽ അടുത്ത ഉത്തരം കിട്ടും എന്നൊരു ചിന്ത വന്നു. അത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി. പക്ഷേ കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കല്ലേ ഇത് ആർക്കാട് അറിയാൻ പറ്റത്തെ, എല്ലാവർക്കും അറിയാവുന്നതാണോ? ഇപ്പോൾ ആൾക്കാരുടെ പ്രശ്നമാണ്. ഞാനിപ്പോൾ ഒരു 6 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പറഞ്ഞ ഒരു സംഭവത്തെ പിടിച്ചായിരിക്കും ആൾക്കാർ ചോദിക്കും, ഓ നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ മനസ്സിലെ കണ്ടുപിടുത്തം ആണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ ഈ 10-38 വയസ്സുള്ള എൻ്റെ കണ്ടുപിടുത്തമല്ല. ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ചാലും അതൊരു പുതിയൊരു അറിവായിരുന്നു. ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഗുണനപ്പട്ടിക കിട്ടുമല്ലോ എന്നുള്ള സംഭവം. ഞാനപ്പം ഒരു സീറ്റിംഗ് ചെയ്തു. അമ്മ അടുത്ത് പറഞ്ഞു, ഓക്കെ ഞാൻ പഠിച്ചമ്മയെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അമ്മ പറഞ്ഞു, ഓക്കേടാ ഒരു പേപ്പർ വന്നു എഴുതി കാണിക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, സുഖമായിട്ട് 7, 14, 21 ഇങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുത്തു. ഗുണനപ്പട്ടിക പഠിച്ച് അമ്മയ്ക്ക് തോന്നിയൊക്കെ പഠിച്ചു. ഏതാണ്ട് ഞാനിത് കൊടുത്തു കഴിഞ്ഞ് ഏതാണ്ട് വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പപ്പയുടെ സഹോദരിയും മക്കളും ഒക്കെ വന്നത്. പക്ഷേ ഇന്ന് എനിക്ക് 38 വയസ്സുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? താടിയൊക്കെ കണ്ടപ്പോൾ താടിയൊക്കെ നരച്ചു. ഗൾഫിലെ വെള്ളത്തിൻ്റെ ഒക്കെ ആയിരിക്കാം, മുടിയൊക്കെ നരച്ച് താടിയൊക്കെ നരച്ചു. എന്നോട് ചോദിച്ചു 19 വയസ്സില്ലയോ? 9 വയസ്സൊന്നുമില്ല കേട്ടോ. ഞാൻ 1985 ജൂലൈ 20 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. എനിക്ക് 38, ഇപ്പം 39 വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 38ാമത്തെ വയസ്സിലും ഇന്നും ഞാൻ 7ൻ്റെ ഗുണനപ്പട്ടികയുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട എന്തൊരു പ്രശ്നം വന്നാലും എനിക്ക് കൺഫ്യൂഷനാണ്. എൻ്റെ ലൈഫിലെ വലിയൊരു ഫെയിലായിട്ട് ഞാൻ ഇപ്പോഴും ഇത് കാണുന്നതാണ്. എനിക്ക് ആ ഒരു പ്രശ്നം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് 7ൻ്റെ ഗുണനപ്പട്ടിക ഒന്നും പഠിക്കണമെന്ന്. ഞാൻ പഠിക്കുമെങ്കിലും പഠിക്കാൻ ശ്രമിച്ചാൽ പോലും എനിക്കത് എൻ്റെ മനസ്സിൽ, അത് ചെറിയ മനസ്സിൽ എൻ്റെ തലയിലോട്ട് കയറിയ 7ൻ്റെ ഗുണനപ്പട്ടിക അങ്ങനെയല്ല, എനിക്ക് തെറ്റാണ്. എനിക്ക് ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ വരും. 1-2 മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞ് മുന്നോട്ട് പോകും. പെട്ടെന്ന് ക്വിക്കായിട്ട് ഇപ്പോൾ എന്നോട് 7-5 അല്ലെങ്കിൽ 7-8 എത്ര വെച്ചാൽ ഞാൻ ആകപ്പാടെ ഒന്ന് പതറിപ്പോവും. എന്തുകൊണ്ടാണ്? ഞാൻ ചെറുപ്പത്തിൽ കാണിച്ച ഒരു മിസ്റ്റേക്കാണ്. ഇന്നിപ്പോൾ കാൽക്കുലേറ്ററൊക്കെ ഉണ്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും വലിയ ആവശ്യമില്ലായിരിക്കാം. പക്ഷേ ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, എന്തൊരു കാര്യം അടിസ്ഥാനത്തിൽ നമ്മൾ അടിസ്ഥാനം ഇടുന്ന ഫൗണ്ടേഷനിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് അത് ലൈഫിലേക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.